بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരണമേ, ഞങ്ങളെ നയിക്കണമേ, ഹിദായത്ത് നൽകണമേ. അസ്സിറാത്ത് അൽ മുസ്തഖീം, ഏതിലേക്കാണ്? സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നൊക്കെയാണ്. തരീഖ്, സിറാത്ത്, സബീൽ, ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ വരുന്ന വാക്കുകളാണ്. സിറാത്ത് അൽ മുസ്തഖീം, മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായത്, ഇസ്തിഖാമ, നേർക്ക് നേരെ നിലകൊള്ളുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും ثم استقاموا, എന്നിട്ട് അതിന്മേൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണസമയത്ത് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, പോകാൻ പോകുന്ന പരലോകത്തെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, വിട്ടേച്ചു വന്ന ദുനിയാവിലെ മക്കളെയും ആളുകളെയും വേണ്ടപ്പെട്ടതും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് സങ്കടപ്പെടേണ്ടതുമില്ല. വാബ്ശിറൂ, മറിച്ച് നിങ്ങൾ സന്തോഷിക്കുക, ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ കൊണ്ട്. ആ ആയത്തിൽ ഇസ്തിഖാമ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ഉപദേശിച്ചു കൊടുത്ത് കാണാം, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ പറയുക ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സുമ്മ ഇസ്തഖിം, പിന്നെ നേരായ ചൊവ്വായ മാർഗത്തിൽ നിലകൊള്ളുക. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഏതല്ല സിറാത്തുൽ മുസ്തഖീം എന്നും പറഞ്ഞിരിക്കുന്നു. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം, സിറാത്ത് മാർഗം. അല്ലദീന ഏതൊരു കൂട്ടരുടെ മാർഗമാണ്? അൻഅംത അലൈഹിം, അൻഅംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവരെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതോ ആ മാർഗത്തിൽ. ഗൈർ അല്ല, ഏത് മാർഗത്തിലല്ല? അൽ മഗ്ദൂബി അലൈഹിം, കോപത്തിനിരയായവരുടെ മാർഗത്തിൽ, നിന്റെ കോപം കിട്ടിയവരുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ, വല്ല എന്താണ് വഴിതെറ്റി പോവുക. വാലൂൻ എന്നതിനെ വാലീൻ എന്ന് പറഞ്ഞതാണ്. വലദ്ദാലീൻ ആരുടെ മാർഗത്തിലുമല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലമ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, വഹാദാ അക്മലു അഹ്വാലി സാഇൽ അൻ യംദഹ മസ്ഊലഹു ثم يسأل حاجته وحاجة إخوانه المؤمنين بقوله اهدنا. وهذا أكمل أحوال السائل. ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പൂർണ്ണമായ ഒരവസ്ഥയാണിത്, ഏറ്റവും നല്ല നിലയിലുള്ള ചോദ്യമാണിത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? യംദഹ മസ്ഊല, ആരോടാണോ ചോദിക്കുന്നത് അവനെ പുകഴ്ത്തിയിരിക്കുന്നു, അവനെ വാഴ്ത്തിയിരിക്കുന്നു, അവനുള്ള സ്തുതികൾ അർപ്പിച്ചിരിക്കുന്നു. സുമ്മ, എന്നിട്ടാണ് യസ്അലു ഹാജതഹു, അവന്റെ ആവശ്യം അവൻ ചോദിക്കുന്നത്. അവന്റെ ആവശ്യം മാത്രമാണോ? അല്ല, വഹാജത ഇഖ്വാനിഹിൽ മുഅ്മിനീൻ, അവന്റെ സഹോദരങ്ങളായ സത്യവിശ്വാസികളുടെ ആവശ്യവും. ബിഖൗലിഹി, അവന്റെ ഈ വാക്കുകൊണ്ട്, ഇഹ്ദിനാ, ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വഹാദാ അക്മലു അഹ്വാലി സാഇൽ, ഇത് ചോദിക്കാനുള്ള ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ്. അയംദഹ മസ്ഊലഹു, ചോദിക്കുന്നത് ആരാണോ അവനെ പുകഴ്ത്തിയ ശേഷം സുമ്മ യസ്അലു ഹാജതഹു, എന്നിട്ട് അവന്റെ ആവശ്യം ചോദിക്കുന്നു.
വഹാജത്തെ ഇഖ്വാനിഹിൽ മുഅ്മിനീൻ, അവന്റെ സഹോദരങ്ങളായ സത്യവിശ്വാസികളുടെ ആവശ്യവും. ബിഖൗലിഹി ഇഹ്ദിനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. സാധാരണ നിങ്ങൾ സല്ലല്ലാഹു പറഞ്ഞതാണ്. ഇമാം ബുഖാരി അവിടുത്തെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്, സഹീഹിലല്ല, അൽ അദബുൽ മുഫ്രദിൽ. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു മനുഷ്യനോട് നിന്റെ ആവശ്യം എന്തെങ്കിലും ചോദിക്കേണ്ടി വന്നാൽ ഒരിക്കലും ചോദിക്കപ്പെടുന്ന ആളെ നീ പുകഴ്ത്തരുത്. വല്ലാതെ പുകഴ്ത്തി അയാളെങ്ങനെ സോപ്പിട്ട് എന്നിട്ടിന്റെ ആവശ്യം നീ ചോദിക്കരുത്. നീ മാന്യമായ അയാളോട് ചോദിക്കുക. കാരണം എന്താണ്? അള്ളാഹ് നിനക്ക് വിധിച്ചത് മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് വെറുതെ ആളുകളെ സോപ്പടിച്ച് വഷളാകാൻ നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്. ആളുകളോട് ചോദിച്ചു നടക്കുക. തനിക്ക് കഴിയാത്തതായാലും സമ്പത്തില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോടാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. അസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ ഉദാരത്തിൽ നിന്ന് ചോദിക്കുക. ആകാശഭൂമികളുടെ ഖജനാവുകളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പിന്നെ എന്തിനു പടപ്പുകളോട് ചോദിക്കണം? ചില മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, എന്താണ്? യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാ മിന തഅഫുഫ്, അവരുടെ തഅഫുഫ്, അവരുടെ മാന്യതയും അവരുടെ ആരോടും ചോദിക്കാതെയുള്ള ജീവിതവും കണ്ടാൽ വിവരമില്ലാത്തവൻ വിചാരിക്കും അവർ പൈസക്കാരാണ്, അവർക്ക് ആവശ്യമുള്ള അവർ സ്വയം പര്യാപ്തരാണ്, പണക്കാരാണെന്ന് വിവരമില്ലാത്തവൻ ധരിക്കും. അവരങ്ങനെ മനസ്സിലാക്കി വെക്കും. താരിഫുഹും ബിസീമാഹും, നിനക്ക് അവരുടെ അടയാളം കണ്ടാൽ മനസ്സിലാകും. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവർ ജനങ്ങളോട് ചോദിച്ചു നടക്കില്ല. അങ്ങനത്തെ ആളുകളാണ് മിസ്കീൻ എന്ന് പറയാം, അല്ലെ? ആവശ്യങ്ങളുണ്ടാവും, പക്ഷേ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുള്ളൂ. അവരന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യസ്തഇഫ യുഇഫഹു അല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരെങ്കിലും ആരോടും ചോദിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, ആരോടും ചോദിക്കാതെ ജീവിക്കാൻ അവസ്ഥ അള്ളാഹുവിന് കൊടുക്കും. യസ്തഗ്നി, ആരെങ്കിലും സ്വയം പര്യാപ്തത നടിച്ചാൽ, സമ്പന്നത നടിച്ചാൽ, അള്ളാഹിനോട് മാത്രം പറഞ്ഞ് ജനങ്ങളോടൊന്നും ഇങ്ങനെ ഇല്ലാപ്പാട്ട് പാടാന്ന് പറയും, എന്നറിയില്ലേ? ഇല്ലാപ്പാട്ട്, അങ്ങനെ പാട്ട് പാടാതെ നടന്നാൽ യുഗ്നിഹില്ല, അള്ളാഹു അവന് സമ്പന്നത നൽകും. ഇനി ആരെങ്കിലും ചോദിക്കാൻ തീരുമാനിച്ചാലോ, ജനങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫതഹ ബാബ മസ്അലത്തിൻ ഫതഹ അല്ലാഹു ലഹു ബാബ ഫഖ്റിൻ, ആരെങ്കിലും ജനങ്ങളോടുള്ള ചോദ്യത്തിന്റെ വാതിൽ തുറന്നാൽ, യാചനയുടെ വാതിൽ തുറന്നാൽ, ഫതഹ അല്ലാഹു ലഹു ബാബ ഫഖ്റിൻ, അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഇതവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലല്ലോ? അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാം, ചോദിക്കാൻ തീരുമാനിച്ച ആളുകൾ. ഒരിക്കലും അവന്റെ ചോദ്യം തീരൂല. അവൻ ചോദിക്കുന്ന മരണം വരെ ചോദിച്ചുകൊണ്ടേയിരിക്കും, എല്ലാവരോടും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗിന എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ച ഒരു അനുഗ്രഹമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ, സന്മാർഗം, വത്തുഖാ, തഖ്വ ചോദിക്കുന്നു, അതുപോലെ വൽ അഫാഫ്, അല്ലാഹുവേ, അഫാഫ്, വിശുദ്ധി, എല്ലാ വിശുദ്ധിയിൽപ്പെട്ടു, ലൈംഗിക വിശുദ്ധിയിൽപ്പെട്ടു. ആളുകളോട് ചോദിക്കാതെ ജീവിക്കുന്ന അതിന് അസാഫ് എന്ന് പറയും, അതും അതിൽപ്പെട്ടു. അതുപോലെ അൽഗിന, സമ്പന്നത എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഉള്ളതിലുള്ള ഐശ്വര്യം. അതുപോലെ ആളുകളോട് ചോദിക്കാതിരിക്കാനുള്ള സ്വയം പര്യാപ്തത, അതിന് ചോദിക്കുന്നതാണ്. മനസ്സിലായല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറബ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ലൈസൽ ഗിന, സമ്പന്നത അല്ല, ഐശ്വര്യമല്ല. എന്ത്? അൻ കസ്റത്തിൽ അറബ്, ഒരുപാട് വിഭവങ്ങൾ, പൈസ ഉണ്ടാവുക, സമ്പത്ത്, വീടും സ്വത്തും കാറും പറമ്പും, അങ്ങനെ പല പല സമ്പാദ്യങ്ങളും ഉണ്ടാകുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം. വലാകിന്നൽ ഗിന, എന്നാൽ ഗിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര എത്ര പണക്കാരുണ്ട് നാട്ടിൽ, ഖൽബുഹു ഫഖീർ,
എത്ര എത്ര പാവങ്ങളുണ്ട് നാട്ടിൽ. കൽബുഹു ഗനി, എത്ര എത്ര സമ്പന്നരുണ്ട്, അവന്റെ കൽബു ഫക്കീറാണ്. എത്ര എത്ര പാവങ്ങളുണ്ട്, അവന്റെ കൽബു ഗനിയാണ്, സമ്പന്നമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം. ഇവൻ എത്ര പൈസ ഉണ്ടായിട്ടുണ്ട്, ഒരു സുഖം, ഒരു മനസ്സമാധാനം എന്റെ ജീവിതത്തിലുണ്ടാവില്ല. പിന്നെന്ത് ഉപകാരം? ഈ സാധനം ഒന്നുമില്ലെങ്കിലും മനസ്സിന് നല്ല സമാധാനമായിരിക്കും. അള്ളാഹുവിനുള്ളതിൽ സംതൃപ്തി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനോട് ചോദിക്കുക. ജനങ്ങളോട് ചോദിക്കേണ്ടി വന്നാലും അവരിങ്ങനെ അധികം പുകഴ്ത്തി അങ്ങനെ കിട്ടാൻ വേണ്ടി ആളുകളെ സോപ്പടിക്കാൻ പാടില്ല. അന്യമായി ചോദിക്കാന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഇസ്ഹദ് അനി ദുനിയ യുഹിബ്ബുക അല്ലാഹ് വസ്ഹദ് മാ ഫീ ഐദി الناس യുഹിബ്ബുക الناس. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, പരലോകം മറന്ന് ദുനിയാവിന്റെ പിന്നാലെ പോകാതിരിക്കുക. ദുനിയാവിനോടൊരു വിരക്തി, ആശയില്ലായ്മ നീ കാണിക്കുക. എങ്കിൽ യുഹിബ്ബുക അല്ലാഹ്, അള്ളാഹു നിന്നെ സ്നേഹിക്കും, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. പിന്നെയോ ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ വിരക്തി കാണിക്കുക. അവന്റെ കയ്യിൽ ഇന്നുണ്ട്, അത് എങ്ങനെ എനിക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നടക്കുക. എന്നിട്ട് അതിനുവേണ്ടി അവരുടെ കൂടെ കൂടുക, അതിനുവേണ്ടി അവരുടെ കൂടെ കൂടുക. അങ്ങനെ ചെയ്യാതിരിക്കുക. എങ്കിൽ യുഹിബ്ബുക الناس, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. നീ അവരുടെ കയ്യിലുള്ളത് കിട്ടാൻ വേണ്ടി കൂടിയ ആളല്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും സ്നേഹം നേടാൻ ചെയ്യേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, قال الإمام أبو جعفر ابن جرير الطبري ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മഹാനായ മുഫസ്സിർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വളരെ മുൻഗാമിയായ ആളാണ്, 3-4 നൂറ്റാണ്ടുകൾക്കുള്ളിൽ ജീവിച്ചുപോയ പണ്ഡിതനാണ്, മുഫസ്സിറാണ്. അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു, അജ്മഅത്തിൽ ഉമ്മ മിൻ അഹ്ലി التأويل جميعا على أن الصراط المستقيم هو الطريق الواضح الذي لا اعوجاج فيه. أجمعت الأمة, ഈ ഉമ്മത്ത് ഇജ്മാഅയിരിക്കുന്നു, യോജിച്ചിരിക്കുന്നു. മിൻ അഹ്ലി തഅ്വീൽ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? തഅ്വീലിന്റെ ആളുകൾ, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുള്ള മുഫസ്സിറുകൾ, അവരുടെ കൂട്ടം, അവർ ഒന്നാകെ യോജിച്ചിരിക്കുന്നു. ജമീഅൻ അലാ അന്ന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? വത്വരീഖൽ വാദിഹ്, വ്യക്തമായ മാർഗമാണത്. അല്ലദീ ലാ ഇഅ്വിജാജ ലഹ്, ലാ ഇഅ്വിജാജ ഫീഹി, ഒരു വളവോ തിരിവോ ഒന്നുമില്ലാത്ത നേരായ മാർഗമാണത്. നേർക്ക് നേരെയുള്ള ലളിതമായ മഹത്തായ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ്. വഅന്ന ഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, ഇതാണ് നിന്റെ റബ്ബിന്റെ മാർഗം, അത് നീ പിൻപറ്റുക, മറ്റു മാർഗങ്ങളെ നീ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിപ്പോയാൽ ഈ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ പറയൂ നബിയെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അന വമൻ ഇത്തബഅനി, ഞാനും എന്റെ കൂടെയുള്ളവരും, എന്നെ പിൻപറ്റിയ ആളുകൾ. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, സുബ്ഹാനല്ലാഹ്, ഞാനൊരിക്കലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ഫഇൻ ഖീൽ, ഇങ്ങനെ ചോദിക്കപ്പെട്ടാൽ, كيف يسأل المؤمن الهداية في كل وقت من صلاة وغيرها وهو متصل بذلك فهل هذا من باب تحصيل الحاصل أم لا؟ كيف يسأل المؤمن, ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് ചോദിക്കുക അൽഹിദായ, ഹിദായത്തിന് വേണ്ടി, في كل وقت من صلاة وغيرها, നിസ്കാരത്തിനും അല്ലാത്തപ്പോഴൊക്കെ അവൻ ഹിദായത്തിന് വേണ്ടി ചോദിക്കുന്നു. وهو متصف بذلك, എന്നാൽ അവൻ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഹിദായത്തിലായ ആളാണല്ലോ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ നേർമാർഗത്തിലുള്ള ആളാണ്.
അവന് എങ്ങനെ പിന്നെ വീണ്ടും ഇത് തന്നെ ചോദിക്കും? ഫഹൽ ഹാദാ മിൻ ബാബി തഫ്സീൽ ഹാസിൽ അം ലാ? കിട്ടിയത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണോ ഇതിൽ? ഫൽ ജവാബ്, മറുപടി അല്ല. വലൗലാ ഇഹ്തിയാജുഹു ലൈലൻ വനഹാറ ഇലാ സുആലിൽ ഹിദായത്തി ലമാ അർശദഹു അല്ലാഹു ഇലാ ദാലിക. മനുഷ്യൻ രാവെന്നോ പകലെന്നോ വ്യത്യാസവുമില്ലാതെ ഹിദായത്തിന് ആവശ്യക്കാരനല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഒരിക്കലും ഈ ചോദ്യം ചോദിക്കാൻ മനുഷ്യനോട് പറയുമായിരുന്നില്ല. فإن العبد مفتقر في كل ساعة وحالة إلى الله تعالى في تثبيته على الهداية. തീർച്ചയായും ഒരു അടിമ മുഫ്തഖിർ, അവൻ ഫഖീറാണ്, അവൻ ആവശ്യക്കാരനാണ്. ഫീ കുല്ലി സാഅ, എല്ലാ നിമിഷത്തിലും എല്ലാ സമയത്തും, വഹാലത്തിൻ എല്ലാ അവസ്ഥയിലും, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്, ഫീ തസ്ബീതിഹി അലൽ ഹിദായ, ഹിദായത്തിൽ അവനെ ഉറപ്പിച്ചു നിർത്തുവാൻ. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു നേരം പോലെ നമുക്കില്ല. വറുസൂഖിഹി ഫീഹാ, അതിൽ അവനെ ഉറപ്പിച്ചു നിർത്താൻ, തെറ്റിപ്പോകാതിരിക്കാൻ. വതബസ്സുരിഹി, അവൻ അതിൽ ഉൾക്കാഴ്ച കിട്ടുവാൻ. വസിയാദിഹി മിന, ആ ഹുദാ കൂടിക്കൂടി വരാൻ. അല്ലെ, വസിദിനാഹും ഹുദാ, അവർക്ക് ഹിദായത്ത് നാം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ള പറഞ്ഞില്ലേ, അതുപോലെ. വസ്തിംറാരിഹി അലൈഹ, അതിൽ തന്നെ തുടർന്നു പോകാൻ. ഫഇന്നൽ അബ്ദ ലാ യംലികു ലിനഫ്സിഹി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ്. തീർച്ചയായും ഒരടിമ അവന്റെ വിഷയത്തിൽ, അവന്റെ കാര്യത്തിൽ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. فأرشده تعالى إلى أن يسأله في كل وقت أن يمده بالمعونة والثبات والتوفيق. അതുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് പറഞ്ഞു, അവനോട് കൽപ്പിച്ചു, അള്ളാഹു എന്തിന്? അള്ളാഹുവിനോട് ചോദിക്കാൻ, ഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയത്തും, അയ്യമുദ്ദഹു ബിൽ മഊനത്തി വസ്സബാത്തി വത്തൗഫീഖ്, തൗഫീഖ് കൊണ്ട്, സബാത്ത് കൊണ്ട്, മഊനത്ത് കൊണ്ട് അവനെ സഹായിക്കുവാൻ. മഊനത്ത് സഹായം, സബാത്ത് ഉറപ്പിച്ചു നിർത്തൽ, തൗഫീഖ് അറിയാലോ, ഹക്കിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. നമ്മുടെ ഉദ്ദേശവും അള്ളാഹുവിന്റെ വിധിയും ഒന്നാവുക, അതാണ് ചേരുക. വാഫഖ വഫഖ എന്നൊക്കെ പറയുന്നതാണ് തൗഫീഖ്. ഫസ്തഈദ് മൻ വഫഖഹു അല്ലാഹു തആല ലിസുആലി. ഫസ്തഈദ്, ആരാണ് സഈദ്? ആരാണ് സൗഭാഗ്യവാൻ? ആർക്കാണ് അള്ളാഹു ഈ തൗഫീഖ് നൽകിയത്? അവൻ. فإنه تعالى قد تكفل بإجابة الداعي إذا دعاه. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ആര് ചോദിക്കുന്നുവോ അവന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് ഏറ്റിരിക്കുന്നവനാണ്. ولا سيما المضطر المحتاج المفتقر إليه آناء الليل وأطراف النهار. പ്രത്യേകിച്ചും രാവുകളിലും അതുപോലെ പകലുകളിലുമൊക്കെ ആവശ്യക്കാരനായിക്കൊണ്ട്, ഗതികെട്ടവനായിക്കൊണ്ട് അവനോട് ചോദിക്കുന്നവനാരോ അവന്. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله. أمن يجيب المضطر إذا دعاه. ഗതികെട്ടവൻ, വഴിമുട്ടിയവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ്? വയക്ഷിഫു സൂ, അവന്റെ പ്രയാസം നീക്കുന്നത്. വയജഅലുക്കും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിൽ തുടരെ തുടരെ അനന്തരാവകാശികളാക്കി നിലനിർത്തുന്നത് ആരാണ്? ഇലാഹും അല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ എന്നുള്ള ചോദിച്ചതുപോലെ. തൗഫീഖ് എന്ന് പറഞ്ഞാൽ വാക്കർത്തം വഫഖ, ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഇറാദത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഉദ്ദേശം, ഇത് രണ്ടും ഒന്നാവുക. അള്ളാഹ് അതിനോട് ഇത് യോജിപ്പിക്കുക. നമ്മൾ ആഗ്രഹിച്ചാലോ നമ്മൾ പ്രയത്നിച്ചാലോ പോരല്ല, കാര്യം നടക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ വിധി ഇതും തമ്മിൽ യോജിക്കുക. വഫഖ പറഞ്ഞാൽ യോജിക്കുക എന്നാണ്. തൗഫീഖ് മുത്തഫഖുൻ അലൈഹി നേട്ടില്ല, ഈ വാക്കിൽ നിന്ന് വന്നതാണ്. ഇത്തഫഖ, വഫഖ, വാഫഖ, ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളാണ്. ആ ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിമും യോജിച്ചിരിക്കുന്നതാണ്, ഒത്തുവരിക. അള്ളാഹുവിന്റെ വിധിയും നമ്മുടെ പ്രാർത്ഥനയും പ്രയത്നവും ഒക്കെ എന്താണ് നമ്മുടെ ഉദ്ദേശം, അതും ഒത്തുവരിക. അല്ലാഹു അഅലം. വഖദ് ഖാല തആല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽകിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽകിതാബില്ലദീ ഉൻസില മിൻ ഖബ്ൽ. സൂറത്ത് നിസാഇൽ 136-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുക. ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും. വൽകിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അവന്റെ റസൂലിനെ അവൻ അവതരിപ്പിച്ചിട്ടുള്ള കിതാബിലും. വൽകിതാബില്ലദീ ഉൻസില മിൻ ഖബ്ൽ, അൻസല മിൻ ഖബ്ൽ. സൂറത്ത് നിസായിലെ
136-ാമത്തെ ആയത്താണ്, ഒന്ന് നോക്കണം. അള്ളാഹു ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള കിതാബിലും ഫഖദ് അമറ അല്ലദീന ആമനു ബിൽ ഈമാൻ, ഇബ്നു കസീർ പറയുന്നു, അള്ളാഹു സത്യവിശ്വാസികളോട്, ഈമാനിന്റെ ആളുകളോട് തന്നെ ഈമാൻ കൊണ്ട് കൽപ്പിച്ചു. വലൈസ ഫീ ദാലിക തഹ്സീലുൽ ഹാസിൽ, അത് കിട്ടിയത് തന്നെ കിട്ടുക എന്നല്ല അതിന്റെ അർത്ഥം. لأن المراد الثبات والاستمرار والمداومة على الأعمال المعينة على ذلك والله أعلم. അതിന്റെ ഉദ്ദേശം ഈ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തലും അതിൽ തന്നെ തുടരലും അതിൽ തന്നെ സ്ഥിരമായി നിർത്തലും അത് കൂട്ടാനും നിലനിർത്താനും സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സഹായവും ചോദിക്കലാണ്. ഇമാം സഹാബിയുടെ അഖീദയിൽ അതിന്റെ ഷറഹിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാഹ് അദ്ദേഹം കൂടുതൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ചലനത്തിലും ഓരോ വാക്കിലും നോക്കിലും അള്ളാഹുവിന്റെ ഹിദായത്ത് അവന് ആവശ്യമാണ്. പല സന്ദർഭങ്ങൾ, പല ഘട്ടങ്ങൾ, പല സാഹചര്യങ്ങൾ നേരിടേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഓരോ സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ദീനിനോട് യോജിച്ച നിലപാടെന്താണ്? അതിലേക്ക് എത്തിക്കണമെങ്കിൽ അള്ളാഹിന്റെ ഹിദായത്ത് വേണം. മനസ്സിലല്ലോ? അതുകൊണ്ട് കിട്ടിയത് തന്നെ ചോദിക്കാന്നല്ല ഇതിന്റെ അർത്ഥം. മനസ്സിലല്ലോ? കിട്ടിയത് നിലനിർത്തി തരിക എന്ന് മാത്രമല്ല, പിന്നെ ഓരോ അവസ്ഥയിലും ഓരോ സെക്കൻഡിലും ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് എന്ന് ആവശ്യക്കാരാണ് നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ മക്കൾ, മനുഷ്യരെല്ലാവരും തെറ്റുകൾ ധാരാളമായി സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റ് സംഭവിക്കുന്നവരിൽ നല്ലവരാരാണ്? തൗബ ചെയ്യുന്ന ആളുകൾ. അപ്പൊ തെറ്റ് സംഭവിക്കുക, അബദ്ധത്തിൽ ചാടുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതമാണ്. മാത്രമല്ല അവനെ പിശാച് ബലാലത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ഹവ, ദേഹേച്ഛ, അതും അവനെ തെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഇടയിൽ നിന്ന് അള്ളാഹുവിന്റെ നിർമാർഗത്തിൽ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരൂ. ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇത് പറയുന്നതോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലിഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ. ഇത് എന്റെ അടിമക്കുണ്ട്, എന്റെ അടിമ ചോദിക്കുന്നതെന്തോ അത് അവനുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്. ഏതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം? ആരാണ് അല്ലാഹുവിന് അനുഗ്രഹം കിട്ടിയ ആളുകൾ? സൂറത്തുൻ നിസാഇൽ 69-70 ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ആയത്തായിരിക്കും. അതായത് വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ذلك الفضل من الله وكفى بالله عليما. ومن يطع الله والرسول, ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ ഫഉലൈക അവരായിരിക്കും മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയവരാരാണോ അവരുടെ കൂടെ. ഈ ആയത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീൻ, പ്രവാചകന്മാർ, അവരുടെ കൂടെ ആയിരിക്കും ഈ ആളുകൾ. അള്ളാഹുവിനെ റസൂൽ അനുഗ്രഹിച്ച ആളുകൾ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച ആളുകൾ. മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ, സിദ്ദീഖ് സത്യസന്ധന്മാർ, സത്യം കേട്ടാൽ വേഗം സത്യപ്പെടുത്തുന്ന ആളുകൾ. മനസ്സിലായല്ലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ അബ്ദ യസ്ദുഖ് വയതഹറ الصدق حتى يكتب عند الله صديقا. ഒരു മനുഷ്യൻ സത്യം പറയും. ഹദീസിന്റെ തുടക്കം ഇങ്ങനെയാണ്, നിങ്ങൾ സത്യം പറയുക. അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي الى البر وان البر يهدي الى الجنة. നിങ്ങൾ സത്യം മുറുകെ പിടിക്കണം. കാരണം സത്യം നന്മയിലേക്ക്, ബിറിലേക്ക് കൊണ്ടുപോകും, നന്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഫഇന്നൽ അബ്ദ യസ്ദുഖ്, ഒരടിമ സത്യം പറയും. ഫയതഹറ الصدق, സത്യം അവൻ എപ്പോഴും മുറുകെ പിടിക്കും, സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സുദ്ദീഖ, അവൻ അല്ലാഹുവിങ്കൽ ഒരു സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ കദിബ്,
കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം. فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار. നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. കളവ് വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും, ഫുജൂറിലേക്ക് കൊണ്ടുപോകും. ഫുജൂർ എവിടത്തേക്ക് കൊണ്ടുപോകും? നരകത്തിലേക്ക് കൊണ്ടുപോകും. فإن العبد يكذب ويتحرى الكذب حتى يكتب عند الله كذابا. ഒരടിമ കളവ് പറയും, കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളം? അള്ളാഹു അവന്റെ അരികിൽ ഇവനെപ്പറ്റി എന്ത് രേഖപ്പെടുത്തും? കദ്ദാബ്, കള്ളനാണെന്ന് രേഖപ്പെടുത്തും. സിദ്ദീഖ് എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു ആരെയാണ് പറഞ്ഞത്? സിദ്ദീഖുകൾ. أولئك مع الذين أنعم الله عليهم من النبيين والصديقين. പ്രവാചകന്മാരുടെ സയ്യിദാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുകളുടെ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സത്യസന്ധതയ്ക്ക് ഉദാഹരണം. സത്യം കേട്ടാൽ ഉടനെ സത്യപ്പെടുത്തുന്നതിന് ഉദാഹരണം വേറെ ആരും വേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഹബ്ബു ഇലൈക, നബി അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആരോടാണ് ഏറ്റവും സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ആയിഷ, ആയിഷയോടാണ്. കേട്ട സഹാബി ചോദിച്ചു, മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവളുടെ പിതാവ്, അവളുടെ ഉപ്പ. ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. പിന്നെ ആരാണ്? ഉമർ. പിന്നെ ആരാണ്? ഉസ്മാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ആളുകളെ എണ്ണിയെന്ന് ഈ സഹാബി ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടത്. റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് മിന നബിയിന സിദ്ദീഖീൻ വശുഹദാ. സുബ്ഹാനല്ലാഹ്. ശുഹദാക്കളുടെ കൂടെ. ശുഹദാക്കളാരാ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ രക്തസാക്ഷികളായ ആളുകൾ. അള്ളാഹുവിന് വേണ്ടി മാത്രം കടുത്തുറച്ച ഈമാനില്ലാത്ത ആർക്കെങ്കിലും സ്വന്തം ജീവൻ യുദ്ധക്കളത്തിലേക്ക് മരിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. യുദ്ധക്കളത്തിൽ പോരാടി മരിക്കുവാനാണ്, ഷഹീദാവുവാനാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. അവരങ്ങനെ തന്നെ ഖബറടക്കണം എന്ന് പറഞ്ഞു. അവരാ രക്തത്തിൽ, അതേ രക്തത്തിൽ അവരെ ഖബറടക്കണം. അവർക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. നമസ്കരിച്ചിട്ടുണ്ട്, നമസ്കരിക്കാതിരുന്നിട്ടുണ്ട്. നമസ്കരിക്കാം, നമസ്കരിക്കാതിരിക്കാം. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. നമ്മള് അഹ്കാമുൽ ജനായിസിൽ അത് വരും, ആ ബാബ് വരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുളിപ്പിക്കേണ്ടതില്ല. അവർ വലിയ ശുദ്ധിക്കാരായി ജനാബത്തോടുകൂടിയാണ് ഷഹീദായിട്ടുള്ളതെങ്കിൽ പോലും അവരെന്ത് ചെയ്യേണ്ടതില്ല? കുളിപ്പിക്കേണ്ടതില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. മറ്റൊരു സഹാബിയും അങ്ങനെയായിരുന്നു. ഏതാണ് സഹാബി? വേറൊരു സഹാബി കൂടെ ഉണ്ടല്ലോ. അത് ജനായിസിൽ അത് വരും. ആ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയ ശേഷം ചോദിക്കുന്നുണ്ട്. ഈ സഹാബിയുടെ ഭാര്യയോട് പോയി ചോദിക്കൂ, എങ്ങനെയാണ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്? അങ്ങോട്ട് ചോദിക്കാൻ പറയുന്ന ഒരു സംഭവം വേറെയുണ്ട്. ഭാര്യയോട് ചോദിക്കുക എങ്ങനെയാണ് പുറപ്പെട്ടപ്പോ പറയും, ആ സഹാബി അവിടുന്ന് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അപ്പോഴാണ് യുദ്ധത്തിന് പോകാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേൾക്കുന്നത്. അങ്ങനെ തന്നെ പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ആ സഹാബിയെ മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. മലക്കുകൾ കുളിപ്പിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും പ്രതിഫലമുള്ള ശ്രേഷ്ഠതകളുള്ള. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم ألا خوف عليهم ولا هم يحزنون. الله برنهم, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ നിങ്ങൾ എന്താണ് മരിച്ചുപോയവരെന്ന് പറയരുത്. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അരികിൽ. യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. സ്വർഗത്തിൽ പറവകളായി അവർ പാറി നടക്കുന്നു. വീണ്ടും ദുനിയാവിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും ഷഹീദായാൻ അവർ ആഗ്രഹിക്കുന്നു. ഷഹീദായാൽ ഉണ്ടാകുന്ന അനുഭൂതി കാരണത്താൽ ഒരാളും തിരിച്ചു വരാൻ ആഗ്രഹിക്കൂല, സ്വർഗത്തിലെത്തില്ല. പക്ഷെ ഷഹീദുകൾ ഒന്നുകൂടി ഷഹീദായി മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കും.
മനസ്സിലാലോ? ആ മുറിവുകളിൽ, ആ രക്തങ്ങളിൽ കസ്തൂരിയുടെ സുഗന്ധവുമായി അവർ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു പറഞ്ഞ അവരെ നിങ്ങൾ മരിച്ചു പോയവരെന്ന് പറയരുത്. ഫരിഹീന ബിമാ ആതാഹും അല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ ഫദ്ല് കൊണ്ട് അവർക്ക് നൽകിയതിൽ സന്തോഷിക്കുന്നവരാണവർ എന്നൊക്കെ അള്ളാഹു ഒരുപാട് വിശേഷിപ്പിച്ച് പറഞ്ഞ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഷഹാദത്തിന് വേണ്ടി ചോദിച്ചാൽ, അള്ളാഹുവിനെ എന്നെ ഷഹീദാക്കി മരിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ചോദിച്ചാൽ അള്ളാഹു അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകും, അവനെ വേണ്ട കിടക്കിൽ കിടന്നു മരിച്ചാലും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. മഹത്തായ പ്രതിഫലമുള്ള ശുഹദാ, സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സ്വാലിഹികളായ ആളുകൾ, സുഹൃതവാന്മാർ, നന്മ ചെയ്തിട്ടുള്ള ആളുകൾ. വഹസന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരൻ. ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ലാണ്, ഔദാര്യമാണ്. വകഫാ ബില്ലാഹി അലീമ, എല്ലാം നന്നായി അറിയുന്നവനായി അല്ലാഹു തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? റസൂലുള്ളാഹ് അയാളോട് തിരിച്ചു ചോദിച്ചു, മാ അഅദത്ത ലിദാലിക്, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്റെ കയ്യിൽ എന്തുണ്ട്? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. നബിയെ, ഒരുപാട് നിസ്കാരവും നോമ്പും സദഖയൊന്നും എന്റെ കയ്യിൽ കണക്ക് പറയാനില്ല, ഫർളൊക്കെ ചെയ്തു പോകുന്ന ആളാണ് ഞാൻ, പക്ഷെ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും. ഈ നാട്ടിലെ തെമ്മാടികളെയും താന്തോണികളെയും സിനിമാ നടന്മാരെയും അള്ളാന്റെ അടുക്കൽ ഒരു വിലയുമില്ലാത്ത കുഫാറുകളായ സ്പോർട്സ് താരങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിലോ ആരാണ് സ്നേഹിക്കുന്നത്? അവരുടെ കൂടെ ആയിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? ഹുബ്ബ് ആരോടാണ് വേണ്ടത്? അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും സഹാബത്തിനോടും നല്ല മനുഷ്യന്മാരോടാണ് ഹുബ്ബ് വേണ്ടത്. കുഫാറുകളെ, ഫാസിഖുകളെ അവരോടൊന്നും ഹുബ്ബ് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നിങ്ങളുടെ മനസ്സിൽ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. വകറഹ ഇലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കുന്നു. അൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്റും ഫുസൂഖ്, അള്ളാഹുവിനുള്ള താഅത്തിൽ നിന്ന് പുറത്തു കിടക്കുക, അതിനാണ് ഫുസൂഖ് എന്ന് പറയുന്നത്. ഫാസിഖ്, ചാടിപ്പോയവർ, അള്ളാഹുവിനോടുള്ള അനുസരണയിൽ നിന്ന് ധിക്കാരത്തിലേക്ക് ചാടിപ്പോയവർ. അതുകൊണ്ടാണ് എലിക്ക് ഫുവൈസിക്ക് എന്ന് പറയുന്നത്. ഒച്ചു തമ്മ ഇങ്ങനെ ചാടിപ്പോകുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. കുഫ്ര രണ്ടിനും പറഞ്ഞിട്ടുണ്ട്, എലിക്കും പിന്നെന്തിനു പറഞ്ഞിട്ടുണ്ട്? പല്ലിക്കും. പല്ലിനെ കൊല്ലാൻ പറഞ്ഞ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു സമ്മാഹു ഫുവൈസിഖ, ഇതിനെ ഫുവൈസിഖ് എന്ന് വിളിച്ചു, കൊച്ചു തമ്മാടി എന്ന് വിളിച്ചു. അതുപോലെ എലിയെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഏതാ? നിങ്ങൾ വിളക്കുകൾ കെടുത്തി വെക്കണം, തീ കെടുത്തണം, ഉറങ്ങാൻ കിടക്കുമ്പോ തീ കത്തിച്ചു വെച്ച് ഉറങ്ങാൻ പാടില്ല. ഈ കൊതുക് വാണ്ടിക്കാൻ വേണ്ടി ഒരു സാധനം കത്തിച്ചേക്കൂലേ, തീ കൊണ്ട് കത്തിച്ചിരിക്കണ ആമത്തിരി കത്തിച്ചേക്കാൻ പാടില്ല, കെടുത്തിക്കളയണം. മനസ്സിലായി? തീ ഒരു തരി പോലും തീ ബാക്കി വെച്ച് ഉറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഫുവൈസിഖ്, ഒരു ചമ്മാടി, അവിടെ പറഞ്ഞത് ഏതാ? എലി. ഈ സാധനം ഇത് പിശാച് അതിനെ ഇളക്കി വിടും, അതും കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വീടും കത്തിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ഒരു വീട് കത്തിച്ചളഞ്ഞിട്ടുണ്ട്, വീട് മുഴുവൻ കത്തിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഈ ഹദീസ് പറഞ്ഞതെന്നും ഇമാം ബുഖാരി അവിടുത്തെ അൽ-അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചത് കാണാം. വലാകിന്ന വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ധിക്കാരം, അല്ലാഹുവിനോടുള്ള അനുസരണക്കേട്, അത് നിങ്ങൾക്ക് വെറുപ്പാക്കി തന്നിരിക്കും. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ്, അങ്ങനെയുള്ള ആളുകളാണ് നേർമാർഗം സിദ്ധിച്ച ആളുകൾ, സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ. കുഫ്റിനെയും ഫുസൂഖിനെയും വെറുക്കുകയും അതിന്റെ ആളുകളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് എങ്ങനെ സംഭവിക്കും? അതൊരിക്കലും നടക്കില്ല. അതിന്റെ ആളുകളെയും വെറുക്കണം. എന്നാൽ അതൊരിക്കലും അവരോട് നസീഹത്തിനോ അവരോട് ദഅവത്തിനോ എതിരാകുന്നില്ല. അത് ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അവരോടുള്ള ബറാഅത്തൊരിക്കലും അവരോടുള്ള നസീഹത്തിനോ അവരോടുള്ള ദഅവത്തിനോ എതിരാകുന്നില്ല.
നസീഹത്ത് പറഞ്ഞ പരലോകത്ത് ഇവർ രക്ഷപ്പെടണം, അതിനവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിനെതിരാകുന്നില്ലെന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. സിറാത്തല്ലദീന, അവരാണ് ഏറ്റവും നല്ല ആളുകൾ. ഈ ഹദീസ് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ആരെയാണ് സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണെന്ന് പറഞ്ഞ ഹദീസ് കേട്ടപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, فما فرحنا بعد الإسلام فرحا أشد من قول النبي صلى الله عليه وسلم فإنك مع من أحببت. റസൂലുള്ള നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞ അത് കേട്ടപ്പോഴുണ്ടായ സന്തോഷം അതിനു മുമ്പ് ഒരിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം فإني أحب الله ورسوله وأبا بكر وعمر فأرجو أن أكون معهم وإن لم أعمل بأعمالهم. കാരണം ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു, അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നു, അവരുടെ കൂടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുടെ അത്രയും അമല് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത, ഹുബ്ബിന്റെ പ്രത്യേകത. അതാണ് മനസ്സിലല്ലോ. നീ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ എന്ന് പറഞ്ഞ ആ പ്രസിദ്ധമായ വചനത്തിന്റെ വാക്യം എന്താണ്? അല്ലെങ്കിൽ നീ അവരെ സ്നേഹിക്കുകയെങ്കിലും ചെയ്യുക. മുൻഗാമികളിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലല്ലോ. എൽമിന്റെ ആളുകൾ നീ ഒരു പണ്ഡിതനാവും, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവും, അല്ലെങ്കിൽ കേൾക്കുന്ന ആളാവും, ഒന്നിനും പറ്റുന്നെങ്കിൽ എന്ത് ചെയ്യുക? അവരെ സ്നേഹിക്കെങ്കിലും ചെയ്യും. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ആലിമാൻ പറ്റുമോ? എല്ലാവരും ആലിമാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല കാര്യം ആഗ്രഹിക്കണ്ടേ? ദുനിയാവിൽ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കും? എല്ലാവരും അത് ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫഖത്ത ഖത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചു. വഖത്ത ഖത്തൈന അൻ യമീനി വഖത്ത ഖത്തൈന അൻ യസാരി, അതിന്റെ ഇടതുഭാഗത്തേക്ക് ചില വരകൾ വരച്ചു, വലതുഭാഗത്തേക്ക് ചില വരകൾ വരച്ചു. ثم وضع يده في الخط الاوسط, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ നേരായ പാതയിൽ ഈ നേരെ വരച്ചിട്ടുള്ള വരയിൽ വെച്ചിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ثم تلا هذه الآية, എന്നിട്ട് ഈ ആയത്ത് ഓതി, സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത്, وأن هذا صراطي مستقيما ولا تتبعوا السبل فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. ഇതാണ് എന്റെ മാർഗം, നേരായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക, അതല്ലാത്ത മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്കിൽ ആ മാർഗങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചു കളയും, നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. ഇത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ഒരുപാട് പ്രസംഗങ്ങളും ആയത്തുകളും ഹദീസുകളും ഒക്കെ കേട്ടതായതുകൊണ്ട് ആ ഹദീസുകൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതാണ് നേരായ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗം. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, എല്ലാവർക്കും അറിയുന്ന ഹദീസുകളാണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്, വായിക്കുന്നില്ല. ആ സിറാത്തുൽ മുസ്തഖീമിലായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത മാത്രം പറയുന്ന ഒരു ഹദീസ് സൂചിപ്പിക്കാം. ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാഹ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം നേരായ മാർഗത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അവരെ എതിർത്തവർക്കോ. ലാ യദുർറുഹും മൻ ഖദലഹും, ഖദല അവരുടെ കൈവിട്ടുകളെയാണ്. ഖദല കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്, അവർ വിട്ടുപോവുക. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും വലാ മൻ ഖാലഫഹും, നേർക്ക് നേരെ എതിരാളികളായിട്ടുള്ള ആളുകൾക്കാവട്ടെ ദ്രോഹിക്കാൻ സാധിക്കില്ല, തെളിവ് കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അവന്റെ കാര്യവുമായി ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വരെ ഉലമാക്കൾ ഈ ആളുകളെ പറഞ്ഞിട്ടുള്ളതാണ് അഹ്ലുസുന്ന, തായിഫത്തുൻ മൻസൂറ, അൽ ഫിർഖത്തുൻ നാജിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിങ്ങനെ ഏതെങ്കിലും ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരല്ല, മറിച്ച് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഉലമാക്കളും അവരെ പിൻപറ്റിയിട്ടുള്ള ആളുകളും, മനസ്സിലോ, പണ്ഡിതന്മാരും അവരെ പിൻപറ്റിയിട്ടുള്ള, അവരെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന ഹക്കിനെ പിൻപറ്റിയുള്ള ആളുകളും എന്നാണ് അതിന്റെ ഉദ്ദേശം. ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ആരാണ് മഗ്ദൂബ് അലൈഹിം? മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? ജൂതന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള അവിടുത്തെ ജാമിഅയിലുള്ള 2953 നമ്പർ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ യഹൂദ മഗ്ദൂബുൻ അലൈഹിം വഇന്നൻ നസാറ ദുല്ലാൽ. സംശയമില്ലല്ലോ. ഫഇന്നൽ യഹൂദ മഗ്ദൂബുൻ അലൈഹിം, കോപത്തിനിരയായവരെന്ന് പറഞ്ഞാൽ ആരാണ്?
യഹൂദികളാണ്, ജൂതന്മാരാണ്. വഴിതെറ്റിയവർ, വഴിപിഴച്ചു പോയവരെന്ന് പറഞ്ഞാൽ ആരാണ്? നസാറാക്കൾ, ക്രിസ്ത്യാനികളാണ്. പ്രവാചകന്മാരുടേതല്ലാത്ത, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടേതല്ലാത്ത ഈ മാർഗം, ജൂതന്മാരുടെ മാർഗം, ക്രിസ്ത്യാനികളുടെ മാർഗം. ഇനി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രത്യേക കാര്യം, എന്തുകൊണ്ട് ജൂതന്മാരെ മഗ്ദൂബ് അലൈഹിം എന്ന് പറഞ്ഞു, ക്രിസ്ത്യാനികളെ ളാലൂൻ എന്ന് പറഞ്ഞു? ഈ രണ്ട് വിശേഷണവും ഒരുമിച്ച് ആയാലും രണ്ടു കൂട്ടർക്ക് യോജിക്കും. ക്രിസ്ത്യാനികൾക്ക് അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇരയായവരാണ് ക്രിസ്ത്യാനികൾ വഴിതെറ്റിയവരാണ്. ജൂതന്മാർ അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇരയായവരാണ്, അവർ വഴിതെറ്റിയവരാണ്. രണ്ടുപേർക്കും ഒരുമിച്ച് യോജിക്കും. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു ഒന്ന് ഈ കൗമിനും ഒന്ന് മറ്റേ കൗമിനും പറഞ്ഞത്? അതിന് പ്രത്യേകം ഒരു കാരണം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുക, فإن طريقة أهل الإيمان مشتملة على العلم بالحق والعمل به. فإن طريقة أهل الإيمان, ഈമാനിന്റെ ആളുകൾ, യഥാർത്ഥ അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകളുടെ പാത ഏതാണ്? മുഷ്തമില, ആ പാത ഉൾക്കൊള്ളുന്നു അലൽ ഇൽമി ബിൽ ഹഖ്, സത്യത്തെ അറിയുക, യഥാർത്ഥ സത്യത്തെക്കുറിച്ചുള്ള അറിവും വൽ അമല ബിഹി, ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയും ഉൾക്കൊള്ളുന്നതാണ് അഹ്ലുസുന്നത്തിന്റെ, അഹ്ലുൽ ഈമാനിന്റെ മാർഗം. വൽ യഹൂദ് തഖദുൽ അമൽ, യഹൂദികൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ഇൽമല്ല, പിന്നെയോ അമലാണ്. നല്ല വിവരമുള്ള ആളുകളാണ് ജൂതന്മാർ. വൻ നസാറ ഫഖദുൽ ഇൽം, നസാറാക്കൾക്ക് നഷ്ടപ്പെട്ട എന്താണ്? ഇൽമാൻ, വിവരം കിട്ടവരാണ്. അമൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ വിവരം കിട്ടവരാണ്. വലിഹാദാ കാനൽ ഗളബു ലിൽ യഹൂദ്, അറിഞ്ഞിട്ടും തെറ്റിപ്പോയത് കൊണ്ടാണ്, അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഗളബുണ്ടെന്ന് പറഞ്ഞു, കോപമുണ്ടെന്ന് പറഞ്ഞത്. വല്ലലാലു ലിന്നസാറ, വഴികേട് ആർക്കുണ്ടെന്ന് പറഞ്ഞത്? ക്രിസ്ത്യാനികൾക്ക്. ഒരുപാട് പണിയെടുത്ത ആളുകളാണ്. എത്രത്തോളം? അള്ളാഹു അവരെ പറ്റി പറഞ്ഞു, വറഹ്ബാനിയ്യതൻ ഇബ്തദഉഹ, ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യത്തിൽപ്പെട്ടതാണ് അവന്റെ ശാരീരികമായ ആഗ്രഹങ്ങൾ തീർക്കാന്നുള്ളത്, വൈവാഹിക ബന്ധം, അതുപോലെ ഉപേക്ഷിച്ച ആളുകളാണ്. വറഹ്ബാനിയ്യതൻ ഇബ്തദഉഹ, എങ്ങനെ ഉണ്ടാക്കി? അള്ളാഹുവരോട് കൽപ്പിച്ചാണോ? അല്ല, ഇബ്തദഉഹ, വിദഅത്ത് ഉണ്ടാക്കിയതാണ്. എന്നാലോ ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ, നേർക്കേറെ പാലിച്ചിട്ടില്ല. പേരിന് ബ്രഹ്മചാരികളാണ്, എന്നാലോ യഥാർത്ഥത്തിൽ പാലിച്ചിട്ടില്ല. ഇതാണ് അള്ളാഹു പറഞ്ഞതാണ്. ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ. അള്ളാഹു പറയുകയാണ്, ഇബ്നു കസീർ പറയുകയാണ്, ലിഅന്ന മൻ അലിമ വതറക ഇസ്തഹഖൽ ഗളബ്, കാരണം ആരാണോ അറിഞ്ഞത് എന്നിട്ട് അറിഞ്ഞതിനെ ഉപേക്ഷിച്ചത്, ഇസ്തഹഖൽ ഗളബ്, അവൻ കോപത്തിന് അവകാശിയായിരിക്കുന്നു. ബിഖിലാഫി മൻ ലം യഅലം, അറിയാത്തവന് വിപരീതമായി. അറിയാത്തവന്റെ അവസ്ഥ അങ്ങനല്ല. വന്നസാറ ലമ്മാ കാനൂ ഖാസിദീന ശൈഅൻ ലകിന്നഹും ലാ യഹ്തദൂന ഇലാ തരീഖ്, നസാറാക്കൾക്ക് നല്ല ഉദ്ദേശമൊക്കെ ഉണ്ട്, പരലോകത്തെ രക്ഷപ്പെടണമെന്ന ഉദ്ദേശം, പക്ഷേ വഴി തെറ്റിപ്പോയി. കോഴിക്കോട്ടേക്ക് പോകണം, വണ്ടി കയറിയത് മംഗലാപുരത്തേക്കാണ്. എങ്ങനെ പോയാലും എത്തൂല, ഉറപ്പാണ്. നല്ല AC കോച്ച് കയറിയിരുന്നു, എന്നാലും എത്തൂല. അവനെത്ര നന്നായിട്ടും കാര്യമില്ല, അത് റൂട്ട് ശരിയായിരിക്കണം. മനസ്സിലായി? ഇത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. സമയമല്ലേ? നമുക്ക് ഒരുപാട് ഈ വിഷയം ഒന്ന് തിരക്കിട്ട് പറയാൻ പറ്റിയതല്ല, ഒന്ന് വിശദീകരിച്ച് പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പിഴച്ച മാർഗങ്ങളിൽ നിന്നെല്ലാം ഹിദായത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹു ആ മാർഗത്തിൽ തന്നെ നമ്മൾ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. واخر دعوانا ان الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله وبركاته.